അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്ന അള്ളാഹിൻ്റെ നാമം അർ-റാസിഖ് അല്ലെങ്കിൽ അർ-റസ്സാഖ് എന്നുള്ള നാമമാണ്. അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ അല്ലെങ്കിൽ അന്നദാതാവ്. ലോകത്തുള്ള സർവ്വ സൃഷ്ടികൾക്കും അള്ളാഹു ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാസിഖ് എന്നുള്ള നാമം, അതിൻ്റെ ബഹുവചനം റാസിഖീൻ, ഖൈറുർ റാസിഖീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ 5 തവണ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൽ ജുമുഅയുടെ അവസാനത്തെ ആയത്ത് റാസിഖ് എന്നുള്ള നാമം കടന്നു വരുന്നത് ഹദീസിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ ഇന്നല്ലാഹ ഹുവൽ ഖാലിഖ് അൽ ഖാബിൽ അൽ ബാസിത്ത് അർ റാസിഖ്, റാസിഖ് എന്നുള്ള നാമം ഡയറക്റ്റായിട്ട് ഹദീസിലാണ് വരുന്നത്. റസ്സാഖ് എന്നുള്ള നാമം അത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നിരന്തരം ആ ഉപജീവനം നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മരണം വരെ ആ ഉപജീവന മാർഗം നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ടി. അത് ഓക്സിജൻ ആകട്ടെ അല്ലെങ്കിൽ ഭക്ഷണമാകട്ടെ, എന്തും അത് അതേ രൂപത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് ആ ജീവിതകാലത്തുടനീളം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ, അതാണ് റസ്സാഖ് എന്നുള്ള ആ ഒരു നാമം. അത് സൂറത്തു ദാരിയാത്തിൽ പരിശുദ്ധ ഖുർആനിൽ 1 തവണയാണ് ആ ഒരു നാമം കടന്നു വരുന്നത്. അപ്പം എന്താണ് അള്ളാഹു നൽകുന്ന ആ റിസ്ക്? നമ്മൾ പലപ്പോഴായിട്ട് ആ പദം കേൾക്കാറുണ്ട്. പലപ്പോഴും അത് സമ്പത്തുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയാണ് പല ആളുകൾ അത് മനസ്സിലാക്കാറുള്ളത്. യഥാർത്ഥത്തിൽ റിസ്ക് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ അള്ളാഹു നൽകുന്ന എല്ലാ നന്മകൾ അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും, ഉപകാരപ്രദമായിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നന്മകളും അത് റിസ്ക്കാണ്. അത് സമ്പത്ത് മാത്രമല്ല. അപ്പം അത് പ്രത്യക്ഷമായിട്ടുള്ള പുറമേക്ക് കാണുന്ന ഔട്ട്വേർഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ, ഇപ്പം നമ്മുടെ ഭൗതിക ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വെള്ളം, പാർപ്പിടം, ഇണ, ആരോഗ്യം, കുടുംബം, സൗന്ദര്യം, വസ്ത്രം, സമ്പത്ത്, സന്താനങ്ങൾ, ഇതെല്ലാം ആ റിസ്ക്കാണ്. അതേസമയം പരോക്ഷമായിട്ട് ഇൻവേർഡായിട്ട് അകത്തേക്ക് അള്ളാഹു നൽകുന്ന റിസ്ക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനും മൈൻഡിനെല്ലാം ലഭിക്കുന്നതായിട്ടുള്ള റിസ്ക്കുകൾ. ഇപ്പോൾ ഹൃദയത്തിന് ലഭിക്കുന്ന ശാന്തി, സമാധാനം, അതേപോലെ തന്നെ ക്ഷമ, സ്നേഹം, മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈമാന്, തഖ്വ, ഹിദായത്ത്, ഹിക്മത്ത്, ആഴത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. അതേപോലെ തന്നെ ഇൽമ്, പണ്ഡിതന്മാർ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അൽ ഇൽമു അർസാഖ്, ഇൽമ് എന്നുള്ളത്, അറിവ് എന്നുള്ളതും റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിന് ആ റിസ്ക്, ആ ഭക്ഷണം നൽകി നിലനിർത്തുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്, റൂഹിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ ഈമാനും തഖ്വയെല്ലാം. അതും അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹദീസിൽ ആ റിസ്ഖായിട്ട് തന്നെ ബന്ധപ്പെട്ട് തൊബറാനി ഉദ്ധരിക്കുന്ന ഹസനായിട്ടുള്ളൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ റുസിഖ അബ്ദിൻ ഖൈറൻ വലാ ഔസഅ മിൻ സ്വബർ. ഒരു അടിമക്ക് ലഭിക്കുന്ന ഏറ്റവും ഖൈറായിട്ടുള്ള, ഏറ്റവും നല്ലതായിട്ടുള്ള, ഏറ്റവും വലുതായിട്ടുള്ള റിസ്ഖ് എന്നുള്ളത് ആ സ്വബറാണ്. റസൂലുള്ളാഹി പറയാണ്. കാരണം ജീവിതത്തിലുടനീളം പ്രതിസന്ധി വേളയിലും ആ നന്മയിൽ അടിയുറച്ച് നിൽക്കാനല്ല ആ ക്ഷമ ആവശ്യമാണ്. അപ്പോൾ ക്ഷമ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ റിസ്ഖാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സ്നേഹത്തെ സംബന്ധിച്ചും റസൂലുള്ളാഹി പറയുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇന്നി റുസിഖ്തു ഹുബ്ബഹ, ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം അത് എനിക്ക് അള്ളാഹു റിസ്ഖായിട്ട് നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതും അള്ളാഹു നൽകുന്ന റിസ്ഖാണ്. അതേപോലെ തന്നെ ഗിനൽ ഖൽബ്, ആ ഹൃദയത്തിൻ്റെ സമ്പന്നത, അതും അള്ളാഹു നൽകുന്ന റിസ്ഖാണ്. ചില ആളുകൾ സാമ്പത്തികമായിട്ട് അവർ ദരിദ്രരാകും, പക്ഷേ ഹൃദയം കൊണ്ട് അവർ സമ്പന്നരായിരിക്കും. അപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ടിൽ പറയുന്നത് പോലെ ചില ആളുകൾ അവർ സമ്പന്നരാണ്, പക്ഷേ അവരുടെ അടുത്ത് ആകെ ഇല്ലാത്തത് പണം മാത്രമാണ്. അതേസമയം മറ്റ് ചില ആളുകൾ അവർ ദരിദ്രരാണ്, പക്ഷേ അവരുടെ അടുത്ത് ആകെ ഉള്ളത് ആ പണം മാത്രമാണ്. അതുകൊണ്ടാണ് സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൈസൽ ഗിന കസറത്തുൽ അറദ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. സമ്പത്തിൻ്റെ ആധിക്യം, സമ്പത്ത് കൂടുന്നതല്ല യഥാർത്ഥത്തിലുള്ള സമ്പന്നത, മറിച്ച് അത് ഹൃദയത്തിൻ്റെ, ആ മനസ്സിൻ്റെ സമ്പന്നതയാണ്. ഒരുപാട് കോടീശ്വരനായിരിക്കും, പക്ഷേ അയാൾ മനസ്സുകൊണ്ട് ദരിദ്രനായിരിക്കും. അതേസമയം ദരിദ്രനാണെങ്കിലും ചില ആളുകൾ മനസ്സുകൊണ്ട് സമ്പന്നരായിരിക്കും. അതും യഥാർത്ഥത്തിൽ ആ രൂപത്തിലുള്ള ഗിനൽ ഖൽബ് എന്നുള്ളത് അത് അള്ളാഹു നൽകുന്ന റിസ്ഖാണ്. അപ്പോൾ അള്ളാഹു അവൻ്റെ ആ സൃഷ്ടികൾക്കുടനീളം നൽകിക്കൊണ്ടേയിരിക്കുന്ന ആ റിസ്ഖിനെ അതിനെ 2ആയിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് റിസ്ഖുൻ ആമാണ്, അതായത് പൊതുവായിട്ട് ജനറലായിട്ട് അള്ളാഹു മൊത്തത്തിൽ നൽകുന്ന ആ റിസ്ഖാണ്. അപ്പം അത് മനുഷ്യർക്ക് മാത്രമല്ല, മറിച്ച് ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള അവൻ്റെ സൃഷ്ടികളായിട്ടുള്ള സർവ്വചരാചരങ്ങൾക്കും അള്ളാഹു ആ റിസ്ഖ് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യർ, ജിന്നുകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, ആ സൂക്ഷ്മ ലോകത്തുള്ള ജീവികൾ, എല്ലാത്തിനും അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അത് അള്ളാഹിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് റഹ്മത്തി വസിഅത് കുല്ല ഷൈ, അള്ളാഹുവിൻ്റെ ആ കാരുണ്യം എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്ന അതേ രൂപത്തിൽ
അള്ളാഹു സൃഷ്ടിച്ച എല്ലാത്തിനും ആ റിസ്ക് അള്ളാഹു അവൻ്റെ കാരുണ്യമായിട്ട് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. സൂറത്ത് ഹൂദിൻ്റെ 6-ാമത്തെ വചനത്തിൽ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. അതിമനോഹരമായിട്ടുള്ള ആയത്താണ് ഈ ഒരു വിഷയത്തിൽ. അതിൽ അള്ളാഹു പറയാണ്, മനുഷ്യനടക്കം ഭൂമിയിലുള്ള സർവ്വ ജന്തുജീവജാലങ്ങളുടെയും ഉപജീവന മാർഗം അതിൻ്റെ എല്ലാം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹിൻ്റെ ബാധ്യതയാണ്, അത് അവന് നിർവഹിച്ചിട്ടുമുണ്ട്. അതായത് ഒരു ഉപജീവന മാർഗം കാണിച്ചു കൊടുക്കാതെ അള്ളാഹു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഉപജീവന മാർഗം അള്ളാഹു തുറന്നു കൊടുത്തിട്ടുണ്ട്. അതെവിടെ നിലകൊള്ളുന്നു, അതിൻ്റെ ആ വാസസ്ഥലം മുസ്തഖറഹ മുസ്തൗദഅഹ, അതേപോലെ തന്നെ അവയുടെ ആ സൂക്ഷിപ്പ് സ്ഥാനം അത് എവിടെയെങ്കിലും അതായത് അതിൻ്റെ ഉപജീവനം തേടി എവിടെയെല്ലാം പോകുന്നു, ഏതൊക്കെ രൂപത്തിലാണ് ഉപജീവനം തേടുന്നത്, അതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിവിചിത്രമായിട്ട രൂപത്തിൽ ആ ഉപജീവന മാർഗങ്ങൾ തേടുന്ന നിരവധി ജീവജാലങ്ങൾ നമുക്ക് മുമ്പിൽ ദൃഷ്ടാന്തമായിട്ടുണ്ട്. ചില ജീവികൾ കിലോമീറ്ററുകൾ, 10,000-കണക്കിന് കിലോമീറ്ററുകൾ ആ റിസ്ക് തേടി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആഫ്രിക്കൻ ആനകളെ സംബന്ധിച്ച് അവർ പറയാറുണ്ട്, 100 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യം അതിന് മണത്തറിയാൻ സാധിക്കും എന്നുള്ളതാണ്. കൃത്യമായിട്ട് ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് അത് യാത്ര ചെയ്തെത്തും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ പ്രകൃതിയിലുടനീളം കാണുന്ന അത്ഭുതകരമായിട്ടുള്ള ആ ഫുഡ് ചെയിൻ, ആ ഭക്ഷ്യ ശൃംഖലയെ സംബന്ധിച്ചെല്ലാം നമ്മൾ പഠിക്കാറുണ്ട്. അതെല്ലാം ആ റിസ്ക്കിൻ്റെ കാര്യത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള ആ വ്യവസ്ഥയാണ്. വളരെ കൗതുകകരമായിട്ടുള്ള രൂപത്തിലാണ് ഓരോ ജീവികൾക്കും അതിൻ്റെ ആ റിസ്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഫ് കട്ടർ ഉറുമ്പുകൾ, നേരത്തെ ഉറുമ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ സൗത്ത് അമേരിക്കയിലെല്ലാം കാണപ്പെടുന്ന ഈ ഉറുമ്പുകൾ അവർ 10,000-കണക്കിന് കൂട്ടായിട്ട് വന്ന് ആ ഇലകൾ പ്രത്യേക ഷേപ്പിൽ വൃത്താകൃതി അല്ലെങ്കിൽ അർദ്ധവൃത്താകൃതിയിൽ അവർ മുറിച്ചെടുത്ത് അവരെക്കാൾ ശരീരഭാരത്തിൽ എത്രയോ മടങ്ങ് ശരീരഭാരമുള്ള ഇലകളും താങ്ങി അവർ കൂട്ടായിട്ട് അവരുടെ ആ ഭൂഗർഭ കോളനിയിലേക്ക് അവർ കൂട്ടായിട്ട് യാത്ര ചെയ്യുക. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഇലകൾ ഉറുമ്പിന് ഭക്ഷ്യയോഗ്യമല്ല, അതിനത് ദഹിപ്പിക്കാനുള്ള കഴിവില്ല, അത് തിന്നൂല. പക്ഷേ ഇത്രയും ഇലകൾ അത് താങ്ങിക്കൊണ്ടു പോകുന്നത് അതിൻ്റെ അണ്ടർഗ്രൗണ്ട് കോളനിയിലുള്ള ചില ഫംഗസുകൾ, ചില കൂണുകൾക്ക് വേണ്ടിയിട്ടാണ്. അതിന് കൊണ്ടുപോയി ഇത് വളമായിട്ടിട്ട് കൊടുക്കുകയാണ്. ശേഷം ഉറുമ്പിന് ഈ ഫംഗസ് ഭക്ഷണമായിട്ട് തീരാണ്. ഈ രൂപത്തിലുള്ള ഒരു മ്യൂച്വൽ അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള പരസ്പര സഹവർത്തിത്വത്തിലൂടെയാണ് ആ ഉറുമ്പ് അതിൻ്റെ ആ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതെല്ലാം കരയിലാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വൈൽഡ് ലൈഫിൻ്റെ 90% കാണുന്നത് കടലിലാണ്. ഇപ്പോൾ ഭൂമിയിൽ ഊർജ്ജത്തിൻ്റെ സ്രോതസ്സായിട്ട് ഇവിടെ സൂര്യപ്രകാശമുണ്ട്. അതേസമയം ആഴക്കടലിൽ ജീവിക്കുന്ന 10,000-കണക്കിന് ജീവിവർഗം അവർ ഇരുട്ടിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഉപജീവനത്തിനുള്ള പ്രത്യേക സിദ്ധികൾ, ആ ബയോലൂമിനസൻസ്, സ്വയം പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്, അത് വെച്ച് അവർ ആ ഉപജീവന മാർഗം കണ്ടെത്തുകയാണ്. അതല്ലെങ്കിൽ ആഴക്കടലിലുള്ള ചില ജീവികൾ, ചില ശരീരം മുഴുവൻ രോമാവൃതമായിട്ടുള്ള ചില ഞണ്ടുകളെ സംബന്ധിച്ചല്ല, നേരത്തെ മറ്റൊരു പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ആ ഭൂഗർഭ വിടവുകളിൽ നിന്നും വരുന്ന ചൂടുള്ള ആ വെള്ളം, ഹൈഡ്രോതെർമൽ വെൻറ്റുകൾ, ആ വെള്ളത്തിലുള്ള ചില കെമിക്കലുകൾ അവരുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾക്ക് അവർ ഭക്ഷണമായിട്ട് നൽകുന്നു. പിന്നീട് ഈ ബാക്ടീരിയ ഈ ഞണ്ടിൻ്റെ ഭക്ഷണമായിട്ട് മാറാണ്, കീമോസിന്തസിസ്. അപ്പോൾ അത്തരത്തിൽ ഏതൊരു ഭാഗത്ത് ജീവിക്കുന്ന ജീവികൾക്കും പ്രത്യേക രൂപത്തിലുള്ള കഴിവുകളും അല്ലെങ്കിൽ സിദ്ധികളെല്ലാം നൽകി അവരുടേതായിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ പല വിധത്തിലായിട്ട് അവർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ചേർത്ത് വായിക്കേണ്ടത് സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 60-ാമത്തെ വചനത്തിൽ വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വ ഇയ്യാക്കും. അള്ളാഹു പറയാണ്, ഭൂമിയിൽ എത്ര ജീവജാലങ്ങളാണ് അവയുടെ സ്വയം ആഹാരം വഹിക്കാത്തതായിട്ടുള്ളത്, അല്ലെങ്കിൽ അവ സ്വയം അന്നം ചുമന്ന് നടക്കുന്നില്ല. അള്ളാഹുവാണ് അവർക്കും നിങ്ങൾക്കും ആ ഉപജീവനം അല്ലെങ്കിൽ അന്നം നൽകുന്നത്. അതായത് വളരെ നിസ്സാരരായിട്ടുള്ള ദുർബലരായിട്ടുള്ള ചില ജീവികളുണ്ട്. അവർ നാളേക്ക് വേണ്ടി ഒന്നും ശേഖരിച്ച് വെക്കുന്നില്ല, എങ്കിലും ദിനേന അവരുടെ അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള ആ റിസ്ക്, ആ ഉപജീവന മാർഗം അത് ഏതെങ്കിലുമൊക്കെ വിധത്തിലായിട്ട് അവരിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അവർ പ്രഭാതത്തിൽ ആ ഒട്ടിയ വയറായിട്ട് അവർ കൂടുവിട്ടിറങ്ങും, പ്രദോഷത്തിൽ നിറഞ്ഞ വയറായിട്ട് അവർ തിരിച്ചു വരും. ഇപ്പോൾ പിറ്റേ ദിവസത്തെ റിസ്ക്കിനെ സംബന്ധിച്ച് അവർ നമ്മളെപ്പോലെ വേവലാതിപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബൈബിളിലൊരു വചനമുണ്ട്, ആകാശത്തിലുള്ള പറവകളെ നോക്കൂ, അവർ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിച്ചു വെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായിട്ടുള്ള ദൈവം അവരെ തീറ്റുന്നു. അതായത് ആ യഥാർത്ഥത്തിലുള്ള തവക്കുല് അത് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹദീസ് പറയുന്നത്. ഇപ്പോൾ ഓരോ ജീവികൾക്കും, എത്ര ദുർബലരായിട്ടുള്ള ജീവികൾക്കും അതിൻ്റേതായിട്ടുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ ദിനേന അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർച്ചർ ഫിഷ് എന്നുള്ള ചെറിയൊരു മത്സ്യമുണ്ട്, അതിൻ്റെ ഉപജീവന മാർഗം കരയിലാണുള്ളത്. അത് ഇര പിടിക്കാൻ വേണ്ടി ആ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വരാണ്. ശേഷം ആ കരയിൽ മരത്തിലിരിക്കുന്ന ആ പ്രാണികൾ അല്ലെങ്കിൽ ഈച്ച, ശലഭങ്ങളെല്ലാം അത് കൃത്യമായിട്ട് അത് ടാർഗറ്റ് ചെയ്യാണ്. ഇരയുടെ ആ സ്ഥാനവും ആംഗിളെല്ലാം കണക്കാക്കിയിട്ട്
അതിന് നേരെ ആ ഇരക്ക് നേരെ ശക്തമായിട്ട് വെള്ളം ഒരു ബുള്ളറ്റ് പോലെ ചീറ്റിക്കാണ്. അപ്പോൾ ഈ മത്സ്യം അതിൻ്റെ ആ വായിൽ നിന്നും ബുള്ളറ്റ് പോലെ ചീറ്റിക്കുന്ന വെള്ളം ആ മരത്തിലിരിക്കുന്ന ഇരയുടെ ശരീരത്തിൽ തട്ടി പെട്ടെന്ന് ഇര വെള്ളത്തിലേക്ക് വീഴും. ഉടനെ തന്നെ അത് ആ മത്സ്യം ഭക്ഷണമാക്കി മാറ്റാണ്. 2 മീറ്റർ വരെ ദൂരമുള്ളതിനെ ആ രൂപത്തിൽ ഈ വെള്ളം ചീറ്റിച്ചതിന് വീഴ്ത്താൻ സാധിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഗോൾഡൻ മോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഫ്രിക്കയിൽ കാണപ്പെടുന്ന മരുഭൂമിയിലെല്ലാം കാണപ്പെടുന്ന ഒരു ജീവി, അതിൻ്റെ പ്രത്യേകത അതിന് കണ്ണുകളില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഉപജീവനം അത് നടത്തുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കണ്ണില്ലാത്ത ഈ ജീവികൾ പകലല്ല മറിച്ച് രാത്രിയുടെ ഇരുട്ടിലാണ് അത് ഇര തേടി ഇറങ്ങുന്നത്. ഓൾറെഡി കണ്ണില്ല, പിന്നീട് രാത്രിയുടെ ഇരുട്ടും. പക്ഷെ അതിനും അതിൻ്റെ ഉപജീവനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഒരാൾ വെള്ളത്തിന് മീതെ ഒഴുകി നടക്കുന്നത് പോലെ മണ്ണിനടിയിലൂടെ ഈ ജീവിക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ശേഷം ആ പരിസരത്ത് എവിടെയെങ്കിലും അതിൻ്റെ ഇര ഉണ്ടെങ്കിൽ ആ ഇരയുടെ ചെറിയ മൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന വൈബ്രേഷൻ, അതിന് ശക്തമായിട്ടുള്ള കേൾവി ശക്തിയുണ്ട്. അത് വെച്ച് ആ വൈബ്രേഷൻ പിടിച്ചെടുത്ത് ആ ഇരയുടെ ലൊക്കേഷൻ കണക്കാക്കിയിട്ട് അത് ഇരയുടെ മേലേക്ക് ചാടി വീണത് അതിനകത്താക്കുകയാണ്. ആ രൂപത്തിലാണ് അതിൻ്റെ ഉപജീവനം സാധ്യമാകുന്നത്. ഓരോ ജീവികളും അതിന് എത്ര പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികളെ അതിജയിക്കുന്ന ചില കഴിവുകൾ അതിൻ്റെ ഉപജീവനം കണ്ടെത്താനും മറ്റുമായിട്ടെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയും അതിനുശേഷം അതിനനുസരിച്ച് ആ പ്രകൃതി നൽകുകയും ചെയ്തവനാരോ അവനാണ് എൻ്റെ രക്ഷിതാവ്. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബ് ആരാണെന്നുള്ള ഫിർഔൻ്റെ ചോദ്യത്തിന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ആ രൂപത്തിലാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസം ആ അനിമൽ കിങ്ഡം, ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള ആ റിസ്ക്, ആ ഭക്ഷണം, അത് മൊത്തം ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൂട്ടിവെക്കുകയാണെങ്കിൽ അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലപ്പുറമാകും അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി. അത് ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അതേസമയം മൊത്തം ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ റിസ്ക് ദിനേന നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അത് റാസിഖായിട്ടുള്ള അള്ളാഹുവാണ്. അള്ളാഹു യർസുഖുഹാ വ ഇയ്യാക്കും. അപ്പോൾ അവർക്ക് ആ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് മാത്രമല്ല മറിച്ച് ഇയ്യാക്കും, നിങ്ങൾക്കും പ്രത്യേകമായിട്ട് അള്ളാഹു പറയുകയാണ്. ഭൂമിയിലുള്ള ബില്യൺ കണക്കിന് മനുഷ്യർക്കും അവർക്ക് ഉപജീവനത്തിൻ്റെ വ്യത്യസ്ത വാതായനങ്ങൾ അള്ളാഹു പല രൂപത്തിലായിട്ട് തുറന്നു തന്നിരിക്കുകയാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുത്താണ് അതിൻ്റെ കൺട്രോൾ ഉള്ളത്. അതല്ലാതെ നമ്മുടെ കഴിവിലോ മിടുക്കിലോ അല്ല. അപ്പം നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ നമ്മുടെ അത്ര അവർക്ക് ലഭിക്കുന്നുണ്ടാകില്ല. അതേസമയം നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ ഒരുപക്ഷെ നമ്മളെക്കാൾ നേടുന്നുണ്ടാകും. അള്ളാഹു ആണ് ആത്യന്തികമായിട്ട് ആ റിസ്ക് കണക്കാക്കി ഓരോ ആളുകൾക്കും നൽകുന്നത്. സൂറത്ത് ശൂറയുടെ 27-ാമത്തെ വചനത്തിൽ വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ആ കണക്ക് പ്രകാരമാണ് ആ റിസ്ക് ഓരോ ആളുകൾക്കും അള്ളാഹു നൽകുന്നത്. അള്ളാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ചില ആളുകൾക്ക് കണക്കില്ലാതെ ബ്ലാങ്ക് ചെക്കായിട്ട് അള്ളാഹു നൽകും. ഇപ്പോൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ഹദീസ്, അബൂദാവൂദും അഹ്മദ് എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഖസമ ബൈനക്കും അഖ്ലാഖക്കും കമാ ഖസമ ബൈനക്കും അർസാഖക്കും. നിങ്ങൾ ഓരോ ആളുകൾക്കും ആ സ്വഭാവം, ആ പ്രകൃതം, ആ പേഴ്സണാലിറ്റി എല്ലാം വ്യത്യസ്തമായിട്ട് അള്ളാഹു നൽകിയതുപോലെ നിങ്ങളുടെ റിസ്ക്കും അതേ രൂപത്തിൽ അള്ളാഹു വ്യത്യസ്തമായിട്ട് ഓരോ ആളുകൾക്ക് അത് ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ ആ രൂപത്തിൽ നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ റിസ്ക് നമ്മുടെ കയ്യിലേക്ക് എത്താനുള്ള ആ മാർഗ്ഗങ്ങൾ, ആ മീൻസ്, ആ സബബ് അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ മാർഗ്ഗങ്ങൾ വഴി നമ്മുടെ ഭാഗത്ത് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ശ്രമിക്കുന്ന സമയത്താണ് അള്ളാഹു അത് ഒരാൾക്ക് നൽകുക. അത് അള്ളാഹു വെച്ച വ്യവസ്ഥയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിൻ്റെ 20-ാമത്തെ വചനത്തിൽ വജഅൽനാ ഫീഹാ മആയിഷ്, അള്ളാഹു ആ ഉപജീവന മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നൽകി എന്നുള്ളതാണ്. അത് നമ്മൾ തേടി ഇറങ്ങുന്ന സമയത്ത് അള്ളാഹു അത് നമുക്ക് തുറന്നു തരും എന്നുള്ളത്. അപ്പോൾ പക്ഷികളെപ്പോലെ യഥാർത്ഥത്തിൽ ഒരാൾ തവക്കുൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷികൾക്ക് നൽകുന്നത് പോലെ നൽകുമെന്ന് റസൂലുള്ള ഹദീസിൽ പറയുന്നുണ്ട്. ആ ഉപമ മനോഹരമാണ്. പക്ഷികൾ അവർ ആ കൂട്ടിലിരിക്കല്ല ചെയ്യുന്നത്, മറിച്ച് ദിനേന അവർ ഭക്ഷണം തേടി അവർ ഇറങ്ങുന്നുണ്ട്. അവർ പല ഭാഗത്തായിട്ട് ഇറങ്ങി അത് തെരഞ്ഞു പോകുന്ന സമയത്താണ് അവർക്ക് അള്ളാഹു നൽകുന്നത്. സമാനമായിട്ട് നമ്മൾ അതിനു വേണ്ടി ആ മാർഗത്തിൽ ശ്രമിക്കുന്ന സമയത്ത് ആ റിസ്ക്കിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു തരും. അതേസമയം അള്ളാഹു ആണത് നമുക്ക് നൽകുന്നത്. അള്ളാഹു അത് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ സ്വീകരിക്കുന്ന ആ മീൻസുകൾ, ആ മാർഗങ്ങൾ, അത് നമ്മുടെ ജോലിയാകാം, ബിസിനസ്സാകാം, അതിലല്ല നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്. അതെല്ലാം കേവലം ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയാണ് എന്നുള്ളത്. അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരം ഉപജീവനം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള മീൻസുകൾ, ആ സബബുകൾ, മാർഗങ്ങൾ നമ്മൾ തേടുക. അതേസമയം ആ മാർഗങ്ങൾ നമുക്ക് നൽകുന്ന സൃഷ്ടാവിൽ നമ്മൾ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ആ മാർഗങ്ങളില്ലാതെയും റാസിഖായിട്ടുള്ള അള്ളാഹ്ക്ക് നൽകാൻ കഴിയും. ഇപ്പോൾ മറിയം സലാമുൻ അലൈഹ അവരുടെ എക്സാമ്പിൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്ത് ആല ഇമ്രാൻ്റെ 37-ാമത്തെ വചനത്തിൽ
സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മറിയം സലാമുൻ അലൈഹ അവരുടെ റൂമിലേക്ക് വന്ന സമയത്ത് വജദ ഇൻദഹ റിസ്ഖ, അവരുടെ അടുത്ത് ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ ഔട്ട് ഓഫ് സീസൺ ആയിട്ടുള്ള നിരവധി പഴവർഗ്ഗങ്ങൾ അവിടെ കാണാൻ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, കാലയാ മറിയമോ അന്നാലക്കി ഹാദ, ഇത് എവിടെ നിന്നാണ്? കാലത്ത് ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാഹു നൽകിയതാണ്. അപ്പോൾ അള്ളാഹു യാതൊരു മാർഗങ്ങളില്ലാതെ നേരിട്ട് നൽകുകയാണ്. ശേഷം അവർ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ നൽകുമെന്നുള്ളതാണ്. അപ്പം അത് കണ്ട സമയത്താണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പ്രായം കൊണ്ട് ആ സമയത്ത് ഔട്ട് ഓഫ് സീസണായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ച അദ്ദേഹത്തിന് ട്രിഗർ ചെയ്യാണ്. അദ്ദേഹം അവിടെ വെച്ച് ആ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം അള്ളാഹു ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് യഹ്യ എന്നുള്ള സന്താനത്തെ, അതും ഒരു റിസ്ഖാണ്, ആ സന്താനങ്ങൾ എന്നുള്ളത്, ആ തമറാത്ത് അതും നൽകുന്നതായിട്ടെല്ലാം അതേ സൂറത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ദുനിയാവിലുടനീളം ആ റിസ്ഖ്, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പൊതുവായിട്ടുള്ള ആ റിസ്ഖ്, അത് അള്ളാഹു ഓരോ വ്യക്തികൾക്കും അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നൽകുന്നു എന്നുള്ളതാണ്. ഒരാൾക്കത് കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളത് അള്ളാഹു അയാളെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ആയിട്ടൊന്നും മനസ്സിലാക്കേണ്ടതില്ല എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഅതി ദുനിയ മൻ യുഹിബ് മൻ ലാ യുഹിബ്, ദുനിയാവിലുള്ള സമ്പത്തും അതേപോലെ തന്നെ ആർഭാടങ്ങളെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്കും ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും ഒരുപോലെ നൽകും. ഇപ്പോൾ ഒരാൾക്ക് കൂടുതൽ ആ ധനം അല്ലെങ്കിൽ ആ റിസ്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അള്ളാഹു അയാളെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ല. അതേസമയം പിന്നീട് മറ്റൊരു റിസ്ക്കിനെ സംബന്ധിച്ച് അതേ ഹദീസിൽ പറയുന്നുണ്ട്, വലാ യുഅതി ദീന ഇല്ലാ ലിമൻ അഹബ്, അതേസമയം ആ ദീനാകുന്ന റിസ്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും, അത് അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ നൽകൂ. ഫമൻ അഅതാഹു ദീന ഫഖദ് അഹബ്ബഹു, അപ്പോൾ ആർക്ക് ആ ദീന് ലഭിച്ചോ അവനെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ പല സമയത്ത് നമ്മൾ വിപരീതമായിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. ഒരാൾക്ക് സമ്പത്തും അഭിവൃദ്ധിയെല്ലാം ലഭിക്കുന്നത് അയാൾ അള്ളാഹിനോട് ഏറ്റവും അടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. ആ രൂപത്തിലല്ല മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു ആ ധാരണകൾ തിരുത്തുന്നുണ്ട്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഏറ്റവും വലിയ ധനികൻ അവിടെ ഫിർഔനായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന സൂറത്ത് യൂനുസിൻ്റെ 88-ാമത്തെ വചനത്തിൽ, വഖാല മൂസ റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ റബ്ബന ലിയുദില്ലു അൻ സബീലിക്, ഓ അല്ലാഹ്, ഫിർഔനും കൂട്ടാളികൾക്കും ഐഹിക ജീവിതത്തിലുള്ള അലങ്കാരവും സ്വത്തുക്കളെല്ലാം നീ നൽകിയിരിക്കുകയാണ്. അതെല്ലാം അവരുപയോഗിക്കുന്നത് നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെതിരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തു സബഇൻ്റെ 34 മുതലുള്ള ആയത്തുകൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു ഭാഗത്ത് അല്ലാഹു അത് സംസാരിക്കുന്നുണ്ട്. 34-ാമത്തെ വചനത്തിൽ അവിടെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പ്രവാചകന്മാരെ അല്ലെങ്കിൽ താക്കീതുകാരന്മാരെ അയക്കുന്ന സമയത്ത് അവർ പരസ്യമായിട്ട് അതിനെ നിഷേധിക്കുകയാണ്. ശേഷം അവർ ധിക്കാരത്തോടുകൂടെ പറയുന്നൊരു കാര്യം, വഖാലു നഹ്നു അക്സറു അംവാലൻ വ ഔലാദൻ വമാ നഹ്നു ബിമുഅദ്ദിബീൻ, ഞങ്ങൾക്ക് ധാരാളമായിട്ട് സ്വത്തും സന്താനങ്ങളും അധികാരമല്ലാണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അള്ളാഹു ശിക്ഷിക്കില്ല. അവരുടെ ഒരു ധാരണ പറയുകയാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആ ധാരണ തിരുത്തി കൊടുക്കാൻ പറയുന്നുണ്ട്. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഓ പ്രവാചകരെ, താങ്കൾ പറയുക, അള്ളാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കും, ചില ആളുകൾക്ക് അവന് കുടുസാക്കും. അതേസമയം മനുഷ്യരിൽ അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല. ശേഷം 36-ാമത്തെ വചനത്തിൽ, വമാ അംവാലുക്കും വല ഔലാദുക്കും ബില്ലത്തി തുഖർരിബുഹും ഇൻദനാ സുൽഫ, ഒരാൾക്ക് ധാരാളം സ്വത്തും സന്താനങ്ങളും ഉള്ളത് അയാൾ അള്ളാഹിൻ്റെ സാമീപ്യം നേടി എന്നുള്ളതിൻ്റെ തെളിവല്ല. അത് വെച്ച് സാമീപ്യം നേടാം, അതിലേക്ക് പിന്നീട് വരാം. എന്നിട്ട് അള്ളാഹു ശേഷം അതേ ആയത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ സാമീപ്യം നേടിയ ആളുകൾ ആരാണെന്ന് ആയത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. അതേ കാര്യമാണ് ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിലും ആ തോട്ടക്കാരായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിലും 34-ാമത്തെ വചനത്തിൽ അവിടെയുള്ള ആൾ, ആ തോട്ടത്തിലുള്ള ആൾ അഹങ്കാരത്തോടുകൂടി അനക്സറു മിൻക മാലം വ അസ്സു നഫറ, ആ ഒരു സത്യവിശ്വാസിയായിട്ടുള്ള വ്യക്തിയോട് അയാൾ അഹങ്കാരത്തോടുകൂടെ പറയുന്നുണ്ട്, നിന്നേക്കാൾ സമ്പത്തും അതേപോലെ തന്നെ ആൾബലെല്ലാം എനിക്ക് ഉണ്ട്, അതുകൊണ്ട് വല ഇൻ റുദീതു ഇലാ റബ്ബീല അജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ, ഇനി അഥവാ മരണപ്പെട്ടു പോയാലും എനിക്ക് അവിടെ ഒരുപാട് ലഭിക്കും എന്നുള്ള ആ തെറ്റിദ്ധാരണ അയാൾ ആവർത്തിക്കുന്നുണ്ട്. വീണ്ടും അതേ കാര്യമാണ് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്തുൽ ഫജ്ർ 89-ാമത്തെ അധ്യായം. അതിൽ 15-ാമത്തെ ആയത്തിൽ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ, ഒരാൾക്ക് ഒരുപാട് ഉപജീവനം അല്ലെങ്കിൽ ഒരുപാടായിട്ട് അള്ളാഹു ധാരാളമായിട്ട് നൽകിയ സമയത്ത് അയാൾ പറയുന്നുണ്ട്, എന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആദരിച്ചിരിക്കുന്നു. അതേസമയം
ഒരല്പം നൽകാതെ അയാളെ പരീക്ഷിക്കുന്ന സമയത്ത്, അതായത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഉപജീവന മാർഗം കുടിസാകുന്ന സമയത്ത് ഫയഖൂലു റബ്ബി അഹാനൻ, അള്ളാഹു എന്നെ അപമാനിച്ചിരിക്കുന്നു, ആ രൂപത്തിൽ മനുഷ്യർ ചിന്തിക്കുകയാണ്. ശേഷം ഉടനെ തന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു ആ ധാരണ തിരുത്തുന്നുണ്ട്, കല്ല, ആ രൂപത്തിലല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഉപജീവന മാർഗം അല്ലെങ്കിൽ ദുനിയാവിലെ സമ്പത്തും സന്താനങ്ങൾ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്നത്, അതാണ് അള്ളാഹിൻ്റെ തൃപ്തിയുടെ മാനദണ്ഡമെങ്കിൽ എല്ലാ പ്രവാചകന്മാരും ധനികരായിരിക്കും. അതല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുമായിരുന്നു. ആ രൂപത്തിലല്ല കാര്യങ്ങൾ. നേരത്തെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥന പറഞ്ഞു. മറിച്ച് യഥാർത്ഥത്തിലുള്ള അള്ളാഹിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ആ തൃപ്തിയുടെ മാനദണ്ഡം എന്നുള്ളത് നേരത്തെ പറഞ്ഞ സൂറത്തു സബഇന്റെ 37-ാമത്തെ വചനത്തിൽ, ഇല്ലാമൻ ആമന വ അമില സ്വാലിഹൻ ഫഉലൈക ലഹും ജസാഉൽ ളഇഫി ബിമാ അമിലു വഹും ഫിൽ ഗുറഫാതി ആമിനൂൻ, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്ത ആളുകൾക്കും അവർക്ക് മരണാനന്തര ജീവിതത്തിൽ ലഭിക്കാനിരിക്കുന്ന മറ്റൊരു റിസ്ഖിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് രണ്ടാമതായിട്ട് കടന്നു വരുന്ന ആ റിസ്ഖുൻ ഖാസ്. അപ്പം അത് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് അള്ളാഹു അവനിഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് നൽകുന്ന ആ റിസ്ഖാണ്. അതാണ് റിസ്ഖുൻ ഖാസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസ് വീണ്ടും ഉണർത്തുകയാണ്, ദുനിയാവ് അള്ളാഹു അവനിഷ്ടപ്പെട്ട ആളുകൾക്കും ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും ആ റിസ്ഖ് അള്ളാഹു നൽകും. അതേസമയം വലാ യുഅതി ദീന ഇല്ലാ ലിമൻ അഹബ്, അതേസമയം ദീനാകുന്ന ആ റിസ്ഖ് അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ നൽകൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഹൃദയത്തിന് അള്ളാഹു സ്പെഷ്യലായിട്ട് നൽകുന്ന ആ റിസ്ഖ്, അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ഹിദായത്ത്, ഈമാന്, തഖ്വ, അതേപോലെ തന്നെ ഇനി മരണാനന്തര ജീവിതത്തിൽ ലഭിക്കാനിരിക്കുന്ന ആ റിസ്ഖ്, അതെല്ലാം സ്പെഷ്യലാണ്. അത് പ്രത്യേകമായിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ അള്ളാഹു നൽകുന്ന ഹിദായത്ത് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉത്ബോധനം, അതെല്ലാം റിസ്ഖാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഉദ്ധരിച്ച സമയത്ത് സൂറത്തുൽ ഹൂദിൻ്റെ 88-ാമത്തെ വചനത്തിൽ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് പറയുന്നുണ്ട്, വ റസഖനി മിൻഹു റിസ്ഖൻ ഹസന. അവിടെ പറയുന്ന ആ റിസ്ഖ് ചില മുഫസ്സിറുകളെല്ലാം അത് ആ ഹിദായത്തിനെ സംബന്ധിച്ചാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു റിസ്ഖിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അത്തരം ആളുകൾക്ക് അള്ളാഹു അവരുടെ ബർസഖിലും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലും ലഭിക്കുന്ന ഒരു റിസ്ഖാണ് അവിടെ അള്ളാഹു പറയുന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രാർത്ഥന സ്വഹീഹുൽ ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ ആ ഷഹാദത്ത് ചോദിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക് വജഅൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ ആ ഒരു പട്ടണത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഷഹീദ് ആ ഷഹാദത്ത് എന്നുള്ള റിസ്ഖിന് വേണ്ടി അദ്ദേഹം തേടുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വീണ്ടും സൂറത്തുൽ ബഖറയുടെ 25-ാമത്തെ വചനത്തിൽ സ്വർഗ്ഗവാസികളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത്, കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തി റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഅതൂ ബിഹി മുതശാബിഹ. ആ സ്വർഗീയ വിഭവങ്ങൾ, അവിടെയുള്ള പഴങ്ങൾ, അത് നിങ്ങൾ കഴിക്കുന്തോറും അതിൻ്റെ ആ രുചി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ആ യൂട്ടിലിറ്റി വാല്യൂ വർദ്ധിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ദുനിയാവിൽ നമ്മളൊരു പിസ്സ വാങ്ങി അതിൻ്റെ ആദ്യത്തെ പീസ് അങ്ങേയറ്റം ആസ്വദിച്ച് കഴിക്കും. പിന്നീട് കഴിക്കുന്തോറും അതിൻ്റെ ഒരു 8 അല്ലെങ്കിൽ 10-ാമത്തെ പീസെല്ലാം കഴിക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ മടുത്തിട്ടുണ്ടാവും. അതേസമയം നേരെ തിരിച്ചാണ് അവിടെ, നിങ്ങൾ ആ 10-ാമത്തെ പീസ് കഴിക്കുന്ന സമയത്ത് അത് ആദ്യത്തേതിനേക്കാൾ നിങ്ങൾക്ക് ആസ്വാദനം നൽകുക എന്നുള്ളതാണ്. ആ രൂപത്തിലാണ്. അതേപോലെ തന്നെ സൂറത്ത് ത്വലാഖിൻ്റെ 11-ാമത്തെ വചനത്തിലും അള്ളാഹു ആ സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗീയവാസികളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഖദ് അഹ്സന അല്ലാഹു ലഹു റിസ്ഖ. അവിടെയും ആ സ്വർഗീയ റിസ്ഖിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം അള്ളാഹു പ്രത്യേകമായിട്ട് അവനിഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് നൽകുന്ന റിസ്ഖാണ്. അത് ദുനിയാവിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു മതാഇ ദുനിയ മർഅത്തു സ്വാലിഹ്, ഒരു സ്വാലിഹായിട്ടുള്ള ഒരു ഭാര്യ ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലൊരു റിസ്ഖാണ്. അതേപോലെ തന്നെ അള്ളാഹിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഇൽമ്, ആ അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഹിക്മത്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അള്ളാഹിനെ സ്മരിക്കുന്ന ഒരു ഹൃദയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളൊരു മനസ്സൊരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതെല്ലാം അള്ളാഹു സ്പെഷ്യലായിട്ട് നൽകുന്ന റിസ്ഖുകളാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഇതിൻ്റെ അടുത്ത ഭാഗത്ത് അപ്പോൾ നമ്മൾ നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞ മറ്റു ചില നാമങ്ങൾ, അൽ ഖാലിഖ് എന്നുള്ള ഒരു നാമമായിട്ടെല്ലാം ഇതിനുള്ള കണക്ഷൻ, അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നതാണ്. അള്ളാഹു അവൻ്റെ നാമങ്ങൾ ആഴത്തിലറിയാനും അവനോട് കൂടുതൽ എടുക്കാനും ഈ റമദാനിൽ സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം നേടിയെടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.